ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക മാങ്ങയിട്ട് വെച്ചിട്ടുള്ള മോര് കറിയാണ്. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടത്. ചോറിൻ്റെ ഒപ്പം നല്ല ഒരു കറി കൂടിയാണ്. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കായ്പയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. കായ്പയ്ക്ക ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു കായ്പയ്ക്ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഈ കായ്പയ്ക്ക നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 1 മിനിറ്റോളം നമുക്കിതൊന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങയാണ്. മാങ്ങ തോലൊക്കെ ചെത്തിയിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിരിക്കുകയാണ്. ഈ മാങ്ങ പുളി കുറവുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം. അതല്ല പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പുളിക്കനുസരിച്ച് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മാങ്ങയും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് കരിയാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ഈ കഷ്ണങ്ങളൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് വെള്ളം അളന്നിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരയ്ക്കാണ് ഇതൊന്ന് അടച്ച് വെക്കേണ്ടത്. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ ഇതേപോലെ ഒന്ന് കയ്യിലോണ്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കഷ്ണമായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് 1, 2 മാങ്ങ കഷ്ണങ്ങൾ ഈ കയ്യിലോണ്ടൊന്ന് ഉടച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി ഈ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് തേങ്ങ കുറച്ചധികം തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് അരച്ചാൽ മതി. നല്ല മയത്തിൽ തന്നെ ഈ തേങ്ങ അരച്ചെടുക്കണം. ഇനി ഈ തേങ്ങ ഈ കറിയിലേക്ക് ഒഴിക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഒന്ന് കലക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് തൈര് ചേർക്കണം. തൈര് ഒന്ന് ഉടച്ചിട്ടാണ് തൈര് ചേർക്കേണ്ടത്. നല്ല പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷമാണ് തൈര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ചേർത്ത ഉടനെ തന്നെ തൈരും കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ബബിൾസ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ കറി ഒന്ന് വറവിട്ട് എടുക്കാനായിട്ടുണ്ട്. കറി വറവിടാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഉലുവ ഒരു 2 നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ താളിപ്പ് ഈ കറിയുടെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കയ്പ്പയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കറിയാണ് കേട്ടോ. ചോറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണിത്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.